2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഹേറോദീസ് രാജാവിന്റെ ഭരണകാലത്ത് ജനസംഖ്യാ പട്ടികയിൽ പേരു ചേർക്കാൻ നസ്രത്തിൽ നിന്നും യഹൂദിയയിലേക്കുള്ള യാത്രയിലായിരുന്നു ജോസഫും പൂർണ്ണ ഗർഭിണിയായ ഭാര്യ മേരിയും. മഞ്ഞു പെയ്യുന്ന ആ രാത്രിയിൽ മരം കോച്ചുന്ന തണുപ്പത്ത് ബത്ലഹേം എന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ മേരിക്ക് പ്രസവവേദന തുടങ്ങുന്നു. ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും അന്വേഷിച്ചെങ്കിലും ആരും അഭയം നൽകിയില്ല. എല്ലാ സത്രങ്ങളിലും അന്വേഷിച്ചെങ്കിലും എല്ലാ വാതിലുകളും അവരുടെ മുൻപിൽ അടയ്ക്കപ്പെട്ടു. ഗത്യന്തരമില്ലാതെ അവർ അടുത്തു കണ്ട പുൽത്തൊഴുത്തിൽ അഭയം തേടി. അവിടെ വെച്ച് ഉണ്ണീശോ ഭൂജാതനാകുന്നു. Chimmie, chimmie,